ബിഗ് ബോസ് മലയാളം സീസൺ 8 വളരെ വ്യത്യസ്തപ്പെട്ട സീസൺ ആയിരിക്കും വരാൻ പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നീളം കൂടിയ ഒരു സീസൺ ആയിരിക്കുമോ ഇപ്പോൾ വരാൻ പോകുന്നത്? എപ്പോഴായിരിക്കും ബിഗ് ബോസിന്റെ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? അത് ഓഗസ്റ്റിലായിരിക്കുമോ, സെപ്റ്റംബറിലേക്ക് നീളുമോ? എന്നാൽ ഓഗസ്റ്റ് തൊട്ട് ഡിസംബർ വരെ നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 8 കാണാൻ സാധിക്കുമോ എന്നായിരിക്കും. നമുക്ക് നോക്കാം അല്ലെ എന്നായിരിക്കും എന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഹിന്ദിയിൽ റിയാലിറ്റി ഷോയുടെ ചാകരകൾ നടക്കുകയാണ്, നമുക്ക് വെറും ബിഗ് ബോസ് മാത്രം. അപ്പം ബിഗ് ബോസിനെ കുറിച്ച് ചർച്ച ചെയ്യാം, തുടങ്ങാം അല്ലേ? അപ്പോൾ ബിഗ് ബോസ് എപ്പോഴായിരിക്കും ആരംഭിക്കാൻ പോകുന്നത് അല്ലേ? നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ആണ്. നമുക്കിത് എത്ര മാസം ഉണ്ടാവും, അഗ്നിപരീക്ഷയും കൂടിയുണ്ട്. വളരെ വ്യത്യസ്തപ്പെട്ട സീസണാണ് കേട്ടോ ഈ സീസൺ. എന്തായാലും ഇതിൻ്റെ തീമും എല്ലാം ഡെമോക്രസി എന്ന് പറഞ്ഞ തീമാണ് ആ ഒരു ലോഗോയിൽ കിടക്കുന്നത്. നിങ്ങൾ കണ്ടായിരിക്കും. ജനാധിപത്യം, അതായത് ഏറ്റവും കൂടുതൽ കോമണേഴ്സ് കയറുന്നൊരു സീസണാണ്. കോമണേഴ്സിന് വേണ്ടി പ്രത്യേകം തന്നെ ഒരു ഷോ നടത്തുന്നുണ്ട്. അതാണ് അഗ്നിപരീക്ഷ. അപ്പം അത് തൊട്ടിട്ടുള്ള ഒരു കാലയളവാണ് നമ്മുടെ ബിഗ് ബോസ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. എന്നാലും ലാലേട്ടൻ്റെ ബിഗ് ബോസ് സ്റ്റാർട്ടിങ് എപ്പോഴായിരിക്കും അല്ലേ? അത് നമ്മൾ കാത്തിരിക്കുകയായിരിക്കും. അഗ്നിപരീക്ഷ അതിന് മുന്നേ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് ബിഗ് ബോസ് മെയിൻ ഷോ നടക്കുന്നതിന് തൊട്ട് മുന്നെയാണ് അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞ പരിപാടി നടക്കുന്നത്. ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് തന്നെയാണത്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പോലെയല്ല, അതിനകത്ത് വേറെ തന്നെയാണ്. നമ്മുടെ ബിഗ് ബോസിലെ ആൾക്കാർ തന്നെ അതിനകത്ത് ജഡ്ജസ് ആയിട്ടും ഹോസ്റ്റായിട്ടും ഒക്കെ വരും. നിങ്ങളെ കോമണേഴ്സാണ് അതിനകത്ത് ഉള്ളത്. അതൊരു 10-20 ദിവസത്തെ എപ്പിസോഡ് ഉണ്ടാവും. അത് കഴിഞ്ഞായിരിക്കും മെയിൻ ലാലേട്ടൻ ഹോസ്റ്റിംഗ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതെപ്പോഴായിരിക്കും ചാൻസ്? അപ്പം നമുക്കിതാ ഞാൻ കലണ്ടറുമായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്തായിരിക്കും എന്നുള്ളത്. ദേ കിടക്കണു ഓഗസ്റ്റ്. നമ്മളിപ്പോൾ എവിടെ കിടക്കണു? നമ്മളിതാ ഇപ്പം ഇവിടെ കിടക്കുകയാണ്. ഈ ജൂലൈ ഒരു മാസം മൊത്തം കിടക്കുകയാണ് അല്ലേ? നമുക്ക് പ്രഡിക്ഷൻ ലിസ്റ്റും അതുമായിട്ടൊക്കെ പോവാം. പക്ഷേ നമ്മുടെ മെയിൻ ബിഗ് ബോസ് മലയാളം സീസൺ 8 ലാലേട്ടൻ്റെ സീസൺ എപ്പോഴായിരിക്കും തുടങ്ങാൻ ചാൻസ് ഉള്ളത്? ഓഗസ്റ്റ് മാസം ഇങ്ങനെ കിടക്കുകയാണേ. മിക്കവാറും അത് അഗ്നിപരീക്ഷ മാസമായിരിക്കും. അതായത് ബിഗ് ബോസിൻ്റെ അഗ്നിപരീക്ഷ നടക്കാനുള്ള ചാൻസ് ഓഗസ്റ്റിലായിരിക്കും. എന്നാൽ മെയിൻ മലയാളം ബിഗ് ബോസ് സീസൺ എപ്പോഴായിരിക്കും? ഈ സെപ്റ്റംബറിലേക്ക് നീങ്ങിയോ? സെപ്റ്റംബറിലാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു തീയതി സെപ്റ്റംബർ 1st വീക്കിലാകാനുള്ള ഒരു ചാൻസും കാണുന്നുണ്ട്. സെപ്റ്റംബർ 6th നോക്കി വെച്ചോളൂ. ഈ ഒരു ഡേറ്റ് ചാൻസുകൾ കാണുന്നുണ്ട്. മെയിൻ മലയാളം ബിഗ് ബോസ് സീസൺ തുടങ്ങാൻ, ഗ്രാൻഡ് ലോഞ്ച് തുടങ്ങാനുള്ള ഒരു ദിവസം സെപ്റ്റംബർ 6 ആണെങ്കിലോ? നമുക്ക് കാത്തിരിക്കാം. അതാണോ നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ ഓഗസ്റ്റിൽ ഗ്രാൻഡ് ഇതല്ല, നമുക്ക് അഗ്നിപരീക്ഷ ബിഗ് ബോസ് മലയാളം സീസൺ 8 ആദ്യമായിട്ട് മലയാളത്തിൽ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. തെലുങ്കിൽ നടന്നിട്ടുണ്ട് ഇതിന് മുന്നേ. എന്താണ് സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തെലുങ്ക് മറ്റേ ഹോട്ട്സ്റ്റാറിൽ തെലുങ്ക് ബിഗ് ബോസ് സീസൺ 9 അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അഗ്നിപരീക്ഷ എന്താണെന്ന് കാണാൻ പറ്റും. സോ അഗ്നിപരീക്ഷ നടക്കുന്നത് ഇവിടെ ആയിരിക്കും, നമ്മുടെ ഓണം ടൈമിൽ. അതായത് ഓണം അതേപോലെ തന്നെ ഇനി നമുക്ക് കിട്ടാൻ പോകുന്നത് സെപ്റ്റംബറിൽ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ വിജയദശമി, പെരുന്നാൾ, ദീപാവലി, അതായത് അതൊക്കെ ഇവിടെ വരും. 50ാമത്തെ ദിവസം ഇവിടെ വരും. അത് കഴിഞ്ഞിട്ട് നവംബറിൽ നമ്മുടെ ബാക്കിയുള്ള ലാസ്റ്റ് 50 ഡേയ്സ് ആയിരിക്കും. അങ്ങനെ ഡിസംബർ വരെ നീളാൻ പോവുകയാണ്. ഞാൻ 100 ദിവസം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ഏകദേശം ഒരു സെപ്റ്റംബറിൽ തുടങ്ങുകയാണെങ്കിൽ 100ാമത്തെ ദിവസം തീരുന്നത് മിക്കവാറും ഡിസംബർ 13-നാണ്. 99ാമത്തെ ദിവസം ഡിസംബർ 13, 100ാമത്തെ ദിവസം ഡിസംബർ 14. അപ്പം ഇപ്രാവശ്യവും 100 ദിവസം ഇതാവില്ല. എന്നാലും എനിക്കറിയില്ല കേട്ടോ 100 ദിവസം. ഇനിയിപ്പോൾ 100ന് മേലെ ആക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഡിസംബർ 20 വരെ ചിലപ്പോൾ നീളാം, പറയാൻ പറ്റില്ല. ഇതൊക്കെ നമ്മുടെ ഒരു കാൽക്കുലേഷനാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. ബാക്കിയൊക്കെ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാം, അവർ ഡേറ്റൊക്കെ കൊണ്ടുവരുമ്പോൾ അറിയാൻ പറ്റും. എന്തായാലും സെപ്റ്റംബർ തുടങ്ങുകയാണെങ്കിൽ ഡിസംബർ ഏകദേശം 13 വരെ, അല്ലെങ്കിൽ ഡിസംബർ 20 വരെ, ഒന്നെങ്കിൽ 13 ആയിരിക്കും ഗ്രാൻഡ് ഫിനാലെ, അല്ലെങ്കിൽ 20 ആയിരിക്കും ഗ്രാൻഡ് ഫിനാലെ. അപ്പം നമുക്ക് ഏകദേശം ക്രിസ്മസിനോടനുബന്ധിച്ച് ഗ്രാൻഡ് ഫിനാലെയും വരും. അങ്ങനെ എത്ര മാസം ഉണ്ടാവും ടോട്ടല്? ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 5 മാസം ബിഗ് ബോസ് ഷോ നടക്കാൻ പോവുകയാണ്. അതായത് അഗ്നിപരീക്ഷയും മെയിൻ ബിഗ് ബോസ് സീസണും കൂടി ഒരുമിച്ച് നോക്കിയാൽ 5 മാസം ഉണ്ടാവും അല്ലേ? അതിപ്പോൾ ജൂലൈയിൽ തുടങ്ങിയാലും ഏകദേശം 5 മാസം തന്നെ ഉണ്ടാവും. ഇനി ഓഗസ്റ്റിലാണ് അഗ്നിപരീക്ഷ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെച്ചോ. സെപ്റ്റംബർ 6 ബിഗ് ബോസ് മലയാളം സീസൺ 8 തുടങ്ങാനുള്ള ഗ്രാൻഡ് ലോഞ്ച്
നമ്മുടെ മലയാളം സീസൺ 8 ലാലേട്ടൻ്റെ ഗ്രാൻഡ് ലോഞ്ച് സെപ്റ്റംബർ 6 ആവാനും ഫസ്റ്റ് വീക്ക് ആവാനും ചാൻസുകൾ കാണുന്നു അല്ലേ? നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും അഗ്നി പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആർക്കെങ്കിലും കോള് വന്നോ എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ എല്ലാവരും പ്രഡിക്ഷൻ ലിസ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ സീസണിൽ ഇപ്പം നമുക്കിനിയിപ്പം ഒരു മാസം ഈ ഒരു ജൂലൈ മാസം മുഴുവൻ നമുക്കുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ജൂണിൻ്റെ അവസാനത്തോളം എത്തി. ജൂലൈ മാസം മുഴുവൻ നമുക്ക് പ്രഡിക്ഷൻ ലിസ്റ്റിൻ്റെ സമയമാണ്. ആരൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. ഇപ്രാവശ്യം കോമണേഴ്സ് ഉണ്ട് ഒരുപാട്. പക്ഷെ എന്നാലും കോമണേഴ്സിനെതിരെ കട്ടയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സെലിബ്രിറ്റീസ് ആരായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത് ഡിസ്കഷനൊക്കെ നമുക്ക് ജൂലൈയിലായിരിക്കും നമ്മൾ നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് ജൂലൈയിൽ പ്രൊമോസൊക്കെ വരും അല്ലേ? അഗ്നിപരീക്ഷയുടെ പ്രൊമോ വരും. അപ്പോൾ പിന്നെ നമ്മൾ അഗ്നിപരീക്ഷ എന്താണെന്ന് അറിയാനുള്ള തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും പ്രഡിക്ഷൻ ലിസ്റ്റിൻ്റെ സമയമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ആരാണ് ഈ സീസണിൽ പ്രഡിക്ഷനിൽ ഇപ്പോൾ അത് സീരിയൽ കാറ്റഗറി ആവാം, ഫിലിമിൽ നിന്നാവാം, ഫിലിം കാറ്റഗറി അതായത് ആർട്ടിസ്റ്റുകൾ ആക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ വേറെ ഫീൽഡിലുള്ള ആക്ടേഴ്സ് അല്ലാണ്ട് തന്നെ വേറെ ഒരുപാട് മേഖലകളിൽ നിന്ന് നമുക്ക് ബിഗ് ബോസിൽ എടുക്കും അല്ലേ? ഫിലിമിൽ നിന്ന്. അപ്പം ആ ഫീൽഡിൽ നിന്ന് നിങ്ങൾ ആരൊക്കെ വരാനാക്കി, അല്ലാതെ എപ്പോഴും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ മാത്രം പറയരുതേ, അതും കൂടി നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഈ ഫിലിം ഫീൽഡിൽ നിന്ന് പല മേഖലകളിൽ നിന്ന് ആരൊക്കെയാണ് വരാൻ ആഗ്രഹിക്കുന്നത്, അതേപോലെ സീരിയൽ ഫീൽഡിൽ നിന്ന്, അത് ആക്ടിങ് മാത്രമല്ല പല ഫീൽഡിൽ നിന്നും, പിന്നെ പാട്ടുകാരൊക്കെയാണ്, ആങ്കേഴ്സ് ആരൊക്കെയാണ്, DJs ആരൊക്കെയാണ്, പിന്നെയുള്ളത് എന്തൊക്കെയാണ്, ഈ ജേർണലിസ്റ്റ് ഫീൽഡിൽ നിന്ന് ആരൊക്കെ ആയിരിക്കും, നമ്മുടെ LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്, പിന്നെയുള്ളത് ചാൻസുകളുള്ളത്, പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ തീർച്ചയായിട്ടും വൈറൽ താരങ്ങൾ. ഇപ്പം നിലവിൽ വൈറൽ താരങ്ങൾ ആരൊക്കെയാണ് നിൽക്കുന്നത്, അവരാരൊക്കെയായിരിക്കും ചാൻസ് ഉള്ളത്, പിന്നെയുള്ളത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ ഓൾറെഡി തിളങ്ങി നിൽക്കുന്ന, പിന്നെയുള്ളത് നമ്മൾ എപ്പോഴും പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറയുന്ന കുറേ പേരുകളുണ്ട് പണ്ട് തൊട്ടേ. അവർക്ക് അവരെ ചിലപ്പോൾ പലതവണ കോൾ പോയിട്ടുണ്ടാവാം, പക്ഷെ അവർക്ക് അപ്പോൾ പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് എപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അവരുടെ പേര് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടാം. അവരെ പേരുകളെല്ലാവരും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആരാണ് ഈ സീസണിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കോമണേഴ്സ് അല്ലാത്തവർ, മനസ്സിലായില്ലേ? ഓക്കെ, എല്ലാ ഫീൽഡിൽ നിന്നും വരണം. അല്ലാതെ കുറച്ച് എപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മാത്രം ആൾക്കാരാവരുത്, എല്ലാ ഫീൽഡിൽ നിന്നും വരണം. അപ്പോൾ അതൊന്ന് മൊത്തം എടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ട് കാണാം അടുത്ത്. അപ്പം ഞാൻ എന്തായിരുന്നാലും ഇതാണ് നമുക്ക് ഏകദേശം നമുക്കൊരു ഡേറ്റിൻ്റെ കാര്യം നമുക്ക് പറയാമെങ്കിൽ, ഡേറ്റിൻ്റെ ഒരു വീഡിയോ ആണല്ലോ ഇത്. അപ്പോൾ നമുക്കൊരു ഓഗസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ 1 ഞാനൊരു ഡേറ്റും പറഞ്ഞിട്ട് സെപ്റ്റംബർ 6 ആവാനും ചാൻസുകൾ കാണുന്നുണ്ട്. ഇനിയുള്ളത് അപ്പോൾ ഇതാണ് സംഭവം. നമ്മുടെ ഇവിടെ ആകെ കൂടെ നമുക്കുള്ളത് ഒരു ബിഗ് ബോസ് മലയാളം മാത്രമുണ്ട്. നമ്മുടെ ഹിന്ദിയിൽ അങ്ങനെയല്ല, ചാകരയാണ്, സഹിക്കാൻ കഴിയണില്ല എനിക്ക് സത്യമായിട്ടും. നമ്മളിവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ബിഗ് ബോസ് എപ്പോൾ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. പക്ഷേ അവിടെ അങ്ങനെയല്ല. ഒന്ന് കഴിഞ്ഞ് ഒന്നിങ്ങനെ നടുവ് നിവർത്തണത് അടുത്തതെത്തി എന്നുള്ള രീതിയിലാണ് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ അവിടെ വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു 4 റിയാലിറ്റി ഷോസ് വരുന്നുണ്ട്. അതിൽ മെയിനായിട്ട് 2 ഈ മാസം തന്നെ വരുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളവർ കണ്ടോളൂ. നെറ്റ്ഫ്ലിക്സിൽ വരാൻ പോകുന്ന ലോക്കപ്പ് 2 സീസണാണ്. സീസൺ 2 ഹോസ്റ്റ് ഫറാഖ് ഖാനും ഹൃദേശുമാണ്. അതിൻ്റെ പ്രൊമോയൊക്കെ വന്നു. ജൂൺ 27 അത് വരുന്നത്. അത് വരുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആമസോൺ പ്രൈമുകാർക്ക് സമാധാനമില്ല. അപ്പോൾ തന്നെ അവർ അലയൻസ് എന്ന് പറഞ്ഞ അടുത്ത റിയാലിറ്റി ഷോ കൊണ്ടുവരികയാണ്. അത് ജൂൺ 26, ഒരു ദിവസം മുന്നേ തുടങ്ങി. എന്തൊരു മത്സരം! ഇവിടെ ഒന്നും ഇല്ലല്ലോ ദൈവമേ, നമുക്കിവിടെ ഒന്നുമില്ല, ഒരു ബിഗ് ബോസ് മാത്രമുണ്ട്. ജൂൺ 26 അലയൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് കുണാൽ കേമുവാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൺഫേംഡ് ലിസ്റ്റൊക്കെ വന്നു കഴിഞ്ഞു ആൾക്കാരുടെ. അപ്പോൾ അത് എന്തായാലും അത് ആമസോൺ പ്രൈമിലുണ്ട്, നെറ്റ്ഫ്ലിക്സും ഉണ്ട്. ഇപ്പോൾ രണ്ടുപേരും കൂടെ തമ്മിൽ മത്സരമാണ് ആർക്കാണ് ഏറ്റവും കൂടുതൽ TRP കിട്ടുക എന്നുള്ളത്. അത് കഴിഞ്ഞ് ഖത്രോക്കി ഖിലാഡിയുടെ ഷൂട്ടിങ് സൗത്ത് ആഫ്രിക്കയിൽ നടക്കുകയാണ് ഇപ്പോൾ. അതിൻ്റെ ഏകദേശം ടിക്കറ്റ് ഫിനാലെ വരെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അത് ഹോട്ട്സ്റ്റാറിലും കളേഴ്സിലും വരും. അത് മിക്കവാറും അതും ഇനി മുന്നേ വരും. അത് കഴിഞ്ഞ് ഇനി ഹോട്ട്സ്റ്റാറിൽ ഇനി സഹിക്കണില്ല. ഹോട്ട്സ്റ്റാറിൽ അത് കഴിഞ്ഞ് ട്രേറ്റേഴ്സ് വരും. ട്രേറ്റേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സീസൺ 1. ഞാൻ സീസൺ 2 വേണ്ടി വെയിറ്റിംഗ് ആണ്. ലോക്കപ്പ് ഞാൻ ഫുള്ള് കണ്ടില്ല കേട്ടോ. എന്നാലും ഇപ്പം വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും ലോക്കപ്പും ഞാൻ കാണാൻ ശ്രമിക്കും, അലയൻസും ഞാൻ കാണാൻ ശ്രമിക്കും. ആദ്യം തൊട്ട് കണ്ടില്ലെങ്കിൽ പണി പാടും. പിന്നെ ഇതിലെല്ലാത്തും സബ്ടൈറ്റിൽസ് ഉണ്ടാവും കേട്ടോ. ട്രേറ്റേഴ്സിന് മലയാളം ഉണ്ടായിരുന്നോ? എന്തായിരുന്നാലും ട്രേറ്റേഴ്സിന് മലയാളം ഉണ്ടായിരുന്നല്ലേ? എന്തോ മറന്നുപോയി. ട്രേറ്റേഴ്സിന് എന്തായാലും ഇതൊക്കെ സബ്ടൈറ്റിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പറായിട്ട് ഇരുന്ന് കാണുക. ഇതൊക്കെ കാണുക കേട്ടോ. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുക. നമ്മുടെ ഇവിടെയൊക്കെ ഒന്നും അല്ലടേ. കുറേ സിമ്പതി കാർഡും കുറേ കരച്ചിലും ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ. ശരിക്കുമുള്ള ഗെയിം, ഫിസിക്കൽ ടാസ്ക്, മെൻ്റൽ ഗെയിം, ഇതൊക്കെ അറിയണമെങ്കിൽ ഇതുപോലത്തുള്ള റിയാലിറ്റി ഷോസ് ഇവിടെ വരണം. അത് കഴിഞ്ഞ് നമ്മുടെ ബിഗ് ബോസ് ഹിന്ദി സീസൺ 20 ആണ് വരാൻ പോണത്. 20 കൊല്ലമായി. അപ്പോൾ ഇപ്രാവശ്യം എന്തോ പഴയ ആൾക്കാരെയൊക്കെ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട്. പഴയ വിന്നേഴ്സ് വേഴ്സസ് പുതിയ ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ഇതെല്ലാം കൂടെ കുളമാക്കുമെന്നൊന്നും അറിയില്ല.
ബിഗ് ബോസ് ഹിന്ദി വരും. അത് സെപ്റ്റംബർ നമ്മുടെ മലയാളം സീസണിൻ്റെ അതേ സമയത്തായിരിക്കും വരാൻ പോണത്. അത് കഴിഞ്ഞപാട് തന്നെ 50 വരും. അടുത്ത റിയാലിറ്റി. അത് കഴിഞ്ഞപാട് തന്നെ റോഡീസും സ്പിറ്റ്സ്വില്ലയും ഒരു സൈഡിൽ കൂടി നടക്കും. ഇവർക്ക് ശ്വാസം വിടാൻ സമയമില്ലല്ലോ ദൈവമേ, ഇതൊക്കെ ഏതെന്ന് പറഞ്ഞ് കാണും. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഷോസാണ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നെ കേട്ടോ. ഇത് കൂടാതെ ഇഷ്ടംപോലെ റിയാലിറ്റി ഷോസ് ഇനിയും ഉണ്ട്. നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാറിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് റിയാലിറ്റി ഷോസ്. അത് കുക്കറി അല്ലാത്ത റിയാലിറ്റി ഷോ, കുക്കറി, പാട്ട്, ഡാൻസ്, ഇതല്ലാത്ത റിയാലിറ്റി ഷോസ് ഒരുപാടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. എന്നാലും എനിക്ക് ഇഷ്ടമുള്ളത് ഇതൊക്കെയാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചടിയായിട്ട് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് കാണുന്നപ്പോൾ ഞാൻ കുറച്ചൊന്ന് വിശ്രമമായിരുന്നു. അപ്പോഴാണ് നെറ്റ്ഫ്ലിക്സിൽ ഇത് വരുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഞാനും വെയിറ്റിംഗ് ആണ്. ഇത്രയും റിയാലിറ്റി ഷോസ് അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഒരു 5 മാസം നല്ലതായി വരട്ടെ. എൻ്റെ എന്തായിരുന്നാലും കുഞ്ഞിൻ്റെ ഓണപ്പരീക്ഷയും കണക്കായി, ക്രിസ്മസ് പരീക്ഷയും കണക്കായി. 2 സമയത്തും ബിഗ് ബോസ് ആണ്. എന്താവുന്നൊന്നും അറിയത്തില്ല. എല്ലാം നല്ല രീതിയിൽ വരട്ടെ. എല്ലാം നല്ല ഒരു സീസൺ ആവട്ടെ. നിങ്ങൾ പ്രഡിക്ഷൻ ലിസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് തുടങ്ങാം. പ്രഡിക്ഷൻ ലിസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പം എന്തൊക്കെയാണ് ഇനിയിപ്പോൾ ഉണ്ടാവുമല്ലോ. നമുക്ക് കുറേ ചർച്ചകളൊക്കെ ആരംഭിക്കാം. ജൂലൈയിലൊക്കെ ചർച്ചകളായിരിക്കും. എൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ ഈ അഗ്നി പരീക്ഷയുടെ പ്രൊമോയൊക്കെ വരും. ഒരു വ്യത്യസ്തമായ സീസൺ ആയിരിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന കേട്ടോ. എന്തായാലും ടോക്സിക്കൊക്കെ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷേ അവസാനം ഇത് തുടങ്ങിക്കഴിയുമ്പോൾ ഒരു പകുതിയാകുമ്പോൾ തന്നെ പിന്നെ ടോക്സിസിറ്റി ആരംഭിക്കും. മറ്റേ വഴക്കും ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് തന്നെ ഇപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇപ്പം കമൻറ്റ് സെക്ഷനൊന്നും ഒരു കുഴപ്പമില്ല. എന്തൊരു സമാധാനം, എന്തൊരു സന്തോഷം, എന്തൊരു ഐക്യം. പക്ഷേ സീസൺ തുടങ്ങി ഒരു 1/4 ഭാഗം, ഒരു 30 ദിവസം കഴിയുമ്പോൾ വരും. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഇപ്പം അറിയാമല്ലോ നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത്. ഒരു 30 ദിവസം കഴിയുമ്പോൾ കുറേ എണ്ണം അങ്ങ് വരും. എൻ്റെ ദൈവമേ, കമൻറ്റ് നിങ്ങളങ്ങനെ, നിങ്ങളിങ്ങനെ, ഇത് കഴിയണതും ഗ്രാൻഡ് ഫിനാലെ കഴിയും എല്ലാം തൂത്തുറക്കി അങ്ങ് പോവുകയും ചെയ്യും. എങ്ങോട്ടോ വരുന്നു, എങ്ങോട്ടോ പോകണം. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുള്ള ആൾക്കാർ, ഈ PR സ്റ്റണ്ട് ഇതൊക്കെ എല്ലാ സീസണിലും ഉണ്ടാവും. നിങ്ങൾ ഇനി അതില്ലാതിരിക്കും, ഇനി അങ്ങനെ ഒരു സീസൺ വരട്ടെ, അതൊന്നും നടക്കാത്ത കാര്യമാണ്. ഇതൊക്കെ ഇനി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനി ഇപ്പോൾ എല്ലാ സീസണിലും ഇതൊക്കെ തന്നെയാണ് നടക്കാൻ പോണത്. അതൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് നല്ലൊരു സീസൺ ഉണ്ടായിരുന്നു നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.